ഹായ്, വെൽക്കം ടു സുധാസ് വേൾഡ്. ദിസ് ഇസ് സുധ മേനോൻ. ഇന്ന് നല്ലൊരു അയിലക്കറി, വളരെ ടേസ്റ്റി ആൻഡ് ഓൾസോ ബിറ്റ് സ്പൈസി. കണ്ടില്ലേ, ഈ കറി കണ്ടാലേ നമുക്കിങ്ങനെ ഇപ്പം തന്നെ ചോറ് കൂട്ടി അങ്ങനെ ഉണ്ണാൻ തോന്നില്ല. അത്രയും ടേസ്റ്റി ആട്ടോ. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ കറി അങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന കറിയാണ്. ഷീ ഈസ് ഫ്രം കോട്ടയം. അപ്പോൾ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. ഇതിന് ഏത് ഫിഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇനി എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കണത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 കുടംപുളി വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് നന്നായി വൃത്തിയായി കഴുകിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും കുടംപുളി എടുക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നന്നായി കഴുകണം. എന്താ കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല ഡേർട്ട് ഉണ്ടാവും, ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതാണല്ലോ അത്. അതിൻ്റെ ഇടയിലൊക്കെ നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായി 2-3 പ്രാവശ്യം വൃത്തിയായി കഴുകണം. എന്നാലേ അതിൻ്റെ ചളിയ ഡേർട്ടൊക്കെ പോവുള്ളൂ, പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാനങ്ങനെ കഴുകിയെടുത്തതാണ്. അതിന് പാത്രത്തിലിട്ടിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് ഇതാണ്. ഇനി അതിന് ശേഷം ഈ കറിക്ക് വേണ്ട എന്താണെന്ന് കാണിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 10-15 ചെറിയ ഉള്ളി. പിന്നെ ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് വളരെ നല്ലത്. വലിയ ഉള്ളി എടുക്കരുത്, ചെറിയ ഉള്ളിയാണ് നല്ലത്. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഈ പച്ചമുളക് ഞാൻ ഒരെണ്ണേ ആഡ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സ്പൈസ് ഇഷ്ടമാണെങ്കിൽ 2-3 പച്ചമുളക് ആഡ് ചെയ്യുക. എന്താ വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചട്ടി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാനാണ് പോണത്. വെളിച്ചെണ്ണ ഞാൻ എടുത്തിരിക്കുമ്പോൾ കണ്ടു നിങ്ങൾ, അതിൻ്റെ അടിയിൽ ഒരു 5-6 കുരുമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ വെളിച്ചെണ്ണ വേഗം റാൻസിഡായി പോകും. എന്താ കാരണം വെച്ചാൽ അത് ചിക്കടിക്കും. ഈ വെളിച്ചെണ്ണയ്ക്ക് ഏറ്റവും ഉള്ളൊരു കഷ്ടം ഇതാണ്, കുറേ കാലം വെക്കാനേ പാടില്ല. അത് വാങ്ങിയ ഉടനെ ഇങ്ങനെ ഒരു 5-6 കുരുമുളക് ഇട്ട് വെച്ച് നോക്കൂ. അതിനിങ്ങനെ ഒരു കൊഴുപ്പ്, ഈ കൊഴുപ്പാണല്ലോ വെളിച്ചെണ്ണയിൽ കുറച്ച്, ആ കൊഴുപ്പ് ഡിക്കമ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ അതിനൊരു സ്മെല്ല് വരും. അതിനെയാണ് ചിക്കടിക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ഉലുവ ഇടുകയാണ്. ഉലുവ നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ കടുകിടുക. നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ കടുകിട്ട ശേഷം നന്നായി ഒന്ന് അത് കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ നന്നായി, ചെറിയ ഉള്ളി നന്നായി സ്ലൈസ് ചെയ്തിട്ട് ഇട്ടാൽ നന്നായിരിക്കും. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റട്ടെ, നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരണം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. ഒരു 2 മീൻ കഷ്ടിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. ഞാൻ അയില മീൻ കൊണ്ടാണ് ഉണ്ടാക്കണത്. എന്ത് മീൻ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഞാനിത് അയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ സിയർ ഫിഷോ ഏത് ഫിഷും ഫ്ലഷ് ഉള്ളത് വെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മത്തി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഉള്ളിയും മുളകും ഈ ഉള്ളി പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് നമ്മളിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ ആഡ് ചെയ്തു. ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ കാശ്മീരിയും 1 ടീസ്പൂൺ ചില്ലിയും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ അതിനുശേഷം സ്പൈസും ആഡ് ചെയ്തു. പക്ഷേ കാശ്മീരി ചില്ലി പൗഡറിന് നല്ല കളറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കാശ്മീരി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 സ്പൈസി ആഡ് ചെയ്യുക. പക്ഷേ എനിക്ക് കൂടുതൽ സ്പൈസ് വേണ്ട. ഇനിയിപ്പോൾ ഞാൻ ആ കുടംപുളി വെള്ളത്തിലിട്ടത് അത് നന്നായിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ പറയുന്നത് നന്നായി ഒന്ന് സോട്ടാവണം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി പോകണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വഴറ്റണം. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുരുമുളക് ഒന്ന് കുത്തിച്ചതച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുരുമുളക് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഒന്ന്, കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും ഇതും കൂടി അതിന് ചെറുതായിട്ടൊരു എരിവ് കൊടുക്കുമല്ലോ, സ്പൈസിനെസ് കൊടുക്കും. അപ്പോൾ ഞാനതിനെ ഒന്നിങ്ങനെ കുത്തിച്ചതച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് 5-10 മിനിറ്റ് തിളക്കണം.
തിളച്ചൊന്ന് കുറുകി വരും. നല്ല അതിൻ്റെ പച്ചമണം മുളക് പൊടിയും ഇതൊക്കെ നന്നായി ഒന്ന് വെന്ത് ആ സമയത്ത് ഇപ്പം ഞാൻ അയില കഷ്ണങ്ങൾ ഇടുകയാണ്. ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് ചുറ്റിക്കുക. എന്തിനാണ് വെറുതെ നമ്മളതിനെ കയ്യിലിട്ട് ഇളക്കണമെന്നില്ല. ഒരു തുണി എടുത്ത് പിടിച്ചിട്ട് അതിനെ ഒന്ന് നന്നായി ചുറ്റിച്ചു. എന്നിട്ട് ഇനി അതിനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇതിപ്പോൾ തിളച്ചു. ഇപ്പോൾ ഞാൻ തുറന്നു. കറിയൊക്കെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഫ്രഷ് ഊരിയിട്ട് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റ് എന്തായാലും ഈ കറിക്ക് വന്നു കഴിഞ്ഞു. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. ഇനി ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പില ആഡ് ചെയ്തിരിക്കണേ. ഇനി ഇത് ഞാൻ ഒരു അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സ്ലൈസായിട്ട് ആറുമ്പോൾ എങ്ങനെയുണ്ട് ഈ കറിയെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല കളർഫുള്ളുമാണ്, നല്ല സ്പൈസി, പാകത്തിന് സ്പൈസേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കറി എങ്ങനെയാണ് കാണാം. സോ ഫ്രണ്ട്സ്, ഞാനിത് ഐ വിൽ ഷോ യു ആഫ്റ്റർ 10 മിനിറ്റ്സ് എങ്ങനെ ഇരിക്കേണ്ട കറിയെന്ന് കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാത്രം തുറന്നു. കറി കണ്ടോളൂ, അടിപൊളിയാണ് കാണാൻ. എണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പിന്നെ കുറച്ച് കമൻറ്റ്സ് ഇടാൻ പറ്റുന്നത്, ആൻഡ് ദെൻ ലൈക്ക് തരാം. അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് സുധാ മേനോൻ saying bye.